ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി 119 സങ്കീർത്തനത്തിൻ്റെ 18 വചനം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണണം. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഒരു ദൈവവൈദ്യൻ്റെ ആത്മിക ജീവിതം കരുത്തുള്ളതായി തീരണമെങ്കിൽ ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ അവൻ കണ്ടെത്തണം. ഭക്തനായ ഇയ്യോബിന് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവൻ്റെ തലമുറ നഷ്ടപ്പെട്ടു, അവൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു. നഷ്ടങ്ങളുടെ കൂമ്പാരത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഭക്തൻ ചാരം വാരി ദേഹം വഴി ഇട്ടിട്ട് ഓട്ടുകഷ്ണമെടുത്ത് പുഴുക്കരെ ചൊറിഞ്ഞു കളക്കിക്കൊണ്ട് എൻ്റെ ജീവിതമെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തൻ്റെ ഒരു സ്നേഹിതൻ വന്ന് ഇയ്യോബിനോട് പറയുന്നൊരു പദം ബൈബിളിലുണ്ട്. ഇയ്യോബേ, നീ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. നീ മിണ്ടാതിരുന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിക്കുക, അല്ലെങ്കിൽ ധ്യാനിക്കുക. എന്താണ് ഈ വചനത്തിൻ്റെ ആത്മീക അർത്ഥം? എത്ര വലിയ പ്രതിസന്ധി നിനക്ക് മുമ്പിൽ വന്നാലും ആ പ്രതിസന്ധി നിന്നെ പുറത്തെടുക്കുവാൻ ദൈവവചനത്തിന് കഴിയും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കുന്നവരോട് ഞാനൊരു സന്ദേശം പറയാം. ബൈബിൾ ഒരു കഥ പോലെ വായിക്കുന്നവരുണ്ട്. ബൈബിൾ വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമെന്ന് പറഞ്ഞ് വായിക്കുന്നവരുണ്ട്. അങ്ങനല്ല, ബൈബിൾ വായിക്കുന്നവൻ്റെ ഉള്ളിൽ പറയണം, കർത്താവേ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നീ വായിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ, നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ഒരു വചനത്തിന് കഴിയും. ചിലർ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോ. ചിലർ ആ വചനം വലിയ ആർത്തിയോടെ, സ്തോത്രം, ബൈബിളിലൊരു വാക്യമുണ്ട്, വലിയ കൊള്ള കണ്ട് കിട്ടിയ പോലെ നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കും. സ്തോത്രം. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരിക്കലൊരു ക്യാൻസർ രോഗം പിടിപെട്ട് മെഡിക്കൽ സയൻസ് എല്ലാം ഉപേക്ഷിച്ച്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ, ദൈവത്തിന് സ്തോത്രം, ആമീൻ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സിസ്റ്റർക്ക് ഒരു അനുഭവം ഉണ്ടായി. അവർ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളിനകത്തെ ഒരു വാക്യം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുള്ളിക്കാരത്തി ബൈബിൾ അടച്ചു വെച്ചിട്ടും ഉറങ്ങാൻ കിടന്നിട്ടും ഒന്നും ഈ വാക്യം മനസ്സിൽ നിന്ന് പോകുന്നില്ല. അല്പ ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു, ആ സിസ്റ്റർ പൂർണ്ണമായി സൗഖ്യമായി. കണ്ടോ, വചനം അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. ദൈവവചനത്തിലെ അത്ഭുതങ്ങൾ കാണാൻ നിന്റെ കണ്ണ് തുറക്കപ്പെട്ടാൽ നിന്റെ എല്ലാ പരാജയവും മാറും. നമുക്ക് പ്രാർത്ഥിക്കാൻ, കർത്താവേ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിക്കേണ്ട പോലെ വായിക്കുവാൻ, അതിനകത്ത് ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികൾ കാണാൻ, അനുഭവിക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വചനം നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു.